ദേവിശരണം ഭക്തജനങ്ങളെ, ഇത് ചാരമംഗലം കായിക്കര ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം. നമ്മുടെ ക്ഷേത്രത്തിലെ ആദ്യമായിട്ട് പൊങ്കാല സമർപ്പണം നടക്കുകയാണ്. ആദ്യമായിട്ടാണ് ഇവിടെ ഒരു നിയോഗം ഉണ്ടായി നമ്മൾ ഇന്ന് പൊങ്കാല സമർപ്പണം നടത്തുന്നത്. ഒത്തിരി ഭക്തജനങ്ങളെ രാവിലെ മുതൽ തന്നെ നമ്മുടെ ക്ഷേത്രത്തിലെത്തി നമ്മുടെ ഭക്താഗ്നങ്ങളെല്ലാം പൊങ്കാല വഴിപാടിൽ പങ്കെടുത്തു കഴിഞ്ഞു. അതിന് തുടക്കം കുറിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ സാറിൻ്റെ ധർമ്മപത്നി ശ്രീമതി സന്ധ്യ അനിൽ കെ നരേന്ദ്രൻ ഇന്ന് ഈ ചടങ്ങിന് ധന്യമായ ഈ ചടങ്ങിന് ഭദ്രദീപ പ്രകാശന കർമ്മം നിർവഹിച്ച് ഇപ്പോൾ പൊങ്കാല വഴിപാട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കായിക്കരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് 13ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞ കർമ്മത്തിനും സമംഗളമായ സമാരംഭം കുറിക്കുകയാണ്. നമ്മുടെ ക്ഷേത്രം ഒരു 3 വർഷം മുമ്പ് പുതുക്കിപ്പണിത്. ആ ഒരു സമയത്ത് നമ്മുടെ 12 വർഷം കഴിഞ്ഞിട്ട് ശ്രീമദ് ഭാഗവതം സപ്താഹയജ്ഞം നടത്തുവാൻ നമുക്ക് സാധിച്ചില്ല. ഈ വർഷം ക്ഷേത്രം പുതുക്കിപ്പണിത് പ്രതിഷ്ഠ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ക്ഷേത്രത്തിലെ 13ാമത് ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞ കർമ്മം കൂടി ഇന്ന് നടക്കുകയാണ്. ഇന്ന് വൈകിട്ട് ശ്രീമതി ചിത്രാദേവി മുല്ലശ്ശേരിവളി അവർ ഭക്തിസാന്ദ്രമായ ഭദ്രദീപ പ്രകാശന കർമ്മം നിർവഹിക്കുന്നതോടുകൂടി മലയാളക്കരയിലെ പ്രഗത്ഭനായ യജ്ഞാചാര്യൻ ശ്രീമാൻ മധു മുഹമ്മ അദ്ദേഹം മുഖ്യ കാർമ്മിത്വമല്ലുന്ന 13ാമത് സപ്താഹയജ്ഞ കർമ്മം ഇന്ന് സമാരംഭിക്കും. കായിക്കരെ സംബന്ധിച്ച് മലയാളക്കരയിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു കുടുംബക്ഷേത്രമെന്ന് പറയാവുന്ന ഒരു സന്നിധിയാണ് കായിക്കര ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം. ഏതാണ്ട് 2500ഓളം കുടുംബാംഗങ്ങൾ കേരളത്തിലും കേരളത്തിനകത്തും പുറത്തും അതുപോലെ തന്നെ ഇന്ത്യക്ക് വെളിയിലുമായിട്ട് ഒത്തിരി ആൾക്കാർ അധിവസിക്കുന്നുണ്ട്. നമ്മുടെ ഈ ക്ഷേത്രത്തിൽ ഇതുപോലുള്ള ചടങ്ങുകൾ നടക്കുമ്പോൾ ഒത്തിരി ഭക്തജനങ്ങൾ എല്ലാവരും നമ്മുടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരാറുണ്ട്. നമ്മുടെ ഉത്സവം നടക്കുന്നത് നമ്മുടെ മേടമാസത്തിലെ 10ാമതേ മഹോത്സവമാണ് നമുക്ക് ഉത്സവമായിട്ട് ഞങ്ങൾ കൊണ്ടാടുന്നത്. ആ സമയത്ത് ആദ്യത്തെ പൂജയോടുകൂടി ചടങ്ങുകൾ തുടങ്ങും. പിന്നീട് സർപ്പം തുള്ളൽ, ഗന്ധർവം തുള്ളൽ, അങ്ങനെ കലാപരിപാടികൾ, ഇങ്ങനെ ചടങ്ങുകളോടുകൂടിയാണ് ഉത്സവ പരിപാടികൾ നടക്കുന്നത്. നമ്മുടെ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചത് 2023 ഏപ്രിൽ മാസത്തിലാണ്. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ താന്ത്രിക പദം അലങ്കരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് മലയാളക്കരയിലെ ഒട്ടനവധി ക്ഷേത്രങ്ങളുടെ താന്ത്രിക പദം അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന, അതുപോലെ തന്നെ മന്ത്രശാസ്ത്ര വിശാരദനായ സമാരാധനായ തന്ത്രിമുഖ്യൻ ബ്രഹ്മശ്രീ മാരാരിക്കുളം ബിജു തന്ത്രികളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യവും അനുഗ്രഹവും മന്ത്രദിശയും എല്ലാം തന്നെ നമ്മുടെ ക്ഷേത്രത്തിന് വളരെ ചൈതന്യം പകരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ നടക്കുമ്പോൾ അദ്ദേഹത്തെ ക്ഷണിക്കാറുമുണ്ട്. ഇന്ന് വൈകുന്നേരം അദ്ദേഹം ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരും. അതോടൊപ്പം തന്നെ ഇപ്പോൾ പൂജാതി കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മിത്വം നൽകുന്നത് ശ്രീ അരുൺ ശാന്തിയാണ്. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം അദ്ദേഹം കായിക്കരമ്മയുടെ ഈ സന്നിധിയിലെത്തി പൂജാതി കർമ്മങ്ങളൊക്കെ നടത്തി. എന്തായാലും ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം നമ്മൾ ദേവിക്ക് കായിക്കരമ്മയ്ക്ക് ആദ്യമായിട്ടൊരു പൊങ്കാല സമർപ്പണം നിർവഹിച്ചപ്പോൾ ഭക്തജനങ്ങൾ അത് വളരെ ഭക്തിയോടുകൂടി സ്വീകരിച്ച് ഇന്ന് എത്തിച്ചേർന്ന എല്ലാ ഭക്തജനങ്ങൾക്കും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്നു മുതൽ ആരംഭിക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞ കർമ്മത്തിൽ പങ്കെടുക്കാനും വിവിധ ചടങ്ങുകളിലൊക്കെ എത്തിച്ചേരുവാനും എല്ലാ ഭക്തജനങ്ങളെയും ഞങ്ങൾ ദേവീനാമധേയത്തിൽ അമ്മയുടെ തിരുസന്നിധിയിലേക്ക് ആർദ്രവുമായിട്ട് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ദേവിശരണം. Thank you.
പച്ചപ്പുകളെ കൊടുച്ചൂടി നിൽക്കുന്ന പരമ്പരാഗതമായ ആചാര അനുഷ്ഠാനത്തിന്റെ കൃത്യമായ കായിക എത്തിച്ചേരുന്ന കായിക്കരമ്മയുടെ തിരുസന്നിധിയിൽ ഇവിടെ ഈ നിമിഷങ്ങളിൽ അങ്ങകലെ സൂര്യരശ്മികളുടെ പ്രഭാകരകൾ ആ പച്ചപ്പുകളിൽ തലോടി അങ്ങനെ കടന്നു വരുമ്പോൾ പൊങ്കാല സമർപ്പണത്തിന് ആദ്യ ദീപം തെളിക്കുന്നത് ബഹുമാനപ്പെട്ട ശ്രീമതി സന്ധ്യ അനിൽ കെ നരേന്ദ്രൻ എറണാകുളം അവരുകളാണ്. കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസായി നിയമനിർമ്മാണ മേഖലകളിൽ എന്നും തന്റേതായ യാത്രകൾക്കെന്നും ശക്തി പകരുന്ന കായിക്കലമ്മയുടെ തിരുസന്നിധിയിൽ ഇവിടെ കാത്തു നിൽക്കുന്ന പ്രാർത്ഥനകളോട് നിൽക്കുന്ന ഭക്തജന മനസ്സുകളുടെ പ്രാർത്ഥനകളുടെ പൂർണ്ണതയിലേക്ക് പൊങ്കാല സമർപ്പണത്തിന് ആദ്യ ദീപം തെളിക്കുന്നത് ബഹുമാനപ്പെട്ട ശ്രീമതി സന്ധ്യ അനിൽ കെ നരേന്ദ്രൻ അവർ എറണാകുളമാണ്.